അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഫളിൽ കോയമ്മത്തങ്ങൾ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. ബഹുമാനപ്പെട്ടവർ കമ്മാടം പള്ളിയിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു പ്രഭാഷണമുണ്ട്. അവസാനമായിട്ട് നടന്ന പ്രഭാഷണമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഒരു പ്രഭാഷണത്തിൽ വെച്ച് വളരെ കൃത്യമായ രൂപത്തിൽ മരണത്തെക്കുറിച്ച് ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ജനമനസ്സുകളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. മരണത്തെക്കുറിച്ചും അതുപോലെ നല്ല നിർദ്ദേശങ്ങൾ ആ നാട്ടുകാർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ തങ്ങൾ അവസാനമായി പങ്കെടുത്ത പരിപാടി ആ പരിപാടിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അത് കാവിയാറിച്ച് കത്തി പോയിച്ച് ഭക്ഷണം ആശ്രയിച്ച് പറ്റില്ല. ആരും ചിക്കനുണ്ടാക്കിയോ അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ എന്താണ് ബഹുമാനമുള്ള മുന്നിൽ ഇന്നെല്ലാം എന്താണ് വിധിച്ച കാലമാണ്. ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ്. അപ്പം രണ്ട് മൂന്നെണ്ണം ചെറുപ്പക്കാർ നിങ്ങൾ എന്താണ് ഏത് സമയത്തും ഞാൻ നിങ്ങൾ പോകേണ്ടതാണ്. ഒരു നിമിഷം കിട്ടാൻ കഴിഞ്ഞാൽ ഈ ഒരു നിമിഷത്തിലാണ് പറയുന്ന കാണുന്നത് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കിച്ചോളണം, നിശ്ചയിച്ചു കൊള്ളണം, അതുപോലെ ജഗാത്ത് കൊടുത്തുകൊള്ളണം, കൈകളൊക്കെ അനുസരിച്ചു കൊള്ളണം, ബഹുമാനിക്കുന്നവരെ ബഹുമാനിച്ചു കൊള്ളണം, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിൽ ബഹുമാനിക്കണം, ബഹുമാനിക്കപ്പെടേണ്ട മാസത്തിൽ ബഹുമാനിക്കണം. ഇതെല്ലാം അള്ളാഹുവിന്റെ നിയമമാണ്. ഒരു ഇന്ത്യ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒരു സംഘടന നിയമമാണെങ്കിൽ എന്താണെന്ന് പോകാം. പക്ഷേ അള്ളാഹുവിന്റെ നിയമത്തെ മറിയം നടക്കുകയില്ല. പരിധി വിട്ട് പുറത്തു പോയാൽ അള്ളാഹുവിന്റെ സഹായമോ ഔലിയാക്കന്മാർ അവരെ ഒരു നോക്കണം. അവരെ ശ്രദ്ധിക്കണം. ഇതിന് വളരെ മോശമായ അന്തരീക്ഷമാണ്. നമുക്ക് ഇന്ന് വരുന്ന ഉറവുകൾ മാരകമായ രോഗങ്ങൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്ത് എന്തും എന്താണ് നമുക്കൊരു നിമിഷമേ ഉള്ളൂ. ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ദീർഘമായ നിലപാട് അറിയുന്നത് നമ്മളോട് കേട്ടത് നിങ്ങൾ എവിടെ വെച്ച് മാർഗശിപ്പനെന്താണെന്ന് ഫോണിൽ പിടിക്കും, ഏത് സ്ഥലത്ത് വെച്ച് പിടിക്കും, എപ്പോഴും പിടിക്കും, ഇങ്ങനെ പിടിക്കണം. നമുക്ക് പിടിക്കണം. മനസ്സിലായോ? അവിടെ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഓടിക്കുള്ളതല്ല ചെയ്യുക. മാനമുള്ള മോഹിനികളെ എല്ലാ റഹ്മത്താണ്. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കെല്ലാം കാണുന്നത് റഹ്മത്താണ്. മാനമുള്ള മോഹിനികളെ നിങ്ങളൊന്ന് അരബിയിലേക്ക് പോയി ഗർഭയിലേക്ക് പോയി നോക്കി അല്ലാത്തവരുണ്ട്. കണ്ണിന് കാഴ്ചയില്ല, രണ്ട് കൈകാലില്ലാത്തവരുണ്ട്. അവരെ പോലെ നോക്കുമ്പോൾ ഞങ്ങൾ അള്ളാഹുവിനെ എത്ര സിക്ർ ചെയ്യാൻ പറ്റുമോ ആലോചിക്കണം. കണ്ണിന് കാഴ്ചയില്ല, അവരെ കാഴ്ച കിട്ടിയാൽ അവർ സന്തോഷമായിരിക്കും. രണ്ട് കൈയില്ല, രണ്ട് കാലില്ല. നമ്മൾ ആലോചിക്കും. എനിക്കും നിങ്ങൾക്കും കൈ കാണുന്നുണ്ട്. എത്ര അനങ്ങത്തെ അഭാവം ശ്രദ്ധിക്കില്ല മതിയാവോ? അള്ളാഹ് ഒരു നിമിഷമേ ഉള്ളൂ. ഒരു നിമിഷം എനിക്ക് അള്ളാഹ് ഏത് നിലവും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. അല്ല ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ആരെ ശിക്ഷിക്കുന്നത്? കുടുംബജീവിതം അവരുടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും അദാബുകൾ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ഉസ്താദുമാർക്കും സയ്യിദന്മാർക്കും എല്ലാവർക്കും അള്ളാഹു ആരോഗ്യവും സൗഭാഗ്യവും കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, ഉമറാക്കളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.